നമസ്കാരം. ഈ ഒരു നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എമ്പുരാൻ സിനിമ എഡിറ്റ് ചെയ്ത് നാളെ തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന എന്ന സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് അവരുടെ എഡിറ്റഡ് വെർഷൻ സെൻസർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ മുൻപ് അറിഞ്ഞതുപോലെ തന്നെ ഏകദേശം 17 ഭാഗങ്ങളിലായിട്ടാണ് ഈ സിനിമയുടെ ഭാഗങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങൾ അഥവാ സിനിമയുടെ ഏറ്റവും തുടക്ക സമയത്ത് കാണിക്കുന്ന ഗുജറാത്ത് കലാപവും ദാദ്ര തീവണ്ടിയിലെ തീപിടുത്തത്തെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളും അത് എടുത്തു മാറ്റി എന്നുള്ള സുപ്രധാനമായ വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതോടൊപ്പം രണ്ടാമത് പ്രധാനമായും ഒഴിവാക്കിയിരിക്കുന്ന രംഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടും അതിനുശേഷവും സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു സ്ത്രീയുടെ ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തുകൊണ്ട് കാണിക്കുന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളെല്ലാം എടുത്തു മാറ്റുകയാണ് എന്നുള്ള സുപ്രധാനമായ വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം മൂന്നാമതായി അറിയാൻ സാധിക്കുന്നത്, ബജ്രംഗി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കഥാപാത്രമുണ്ട് എമ്പുരാൻ സിനിമയിൽ. ആ കഥാപാത്രത്തിൻ്റെ പേര് മറ്റൊന്നാക്കി എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. അതിനുശേഷം ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് ചില ഭാഗങ്ങൾ, അഥവാ ഗുജറാത്ത് കലാപവുമായിട്ടും അഥവാ മുസ്ലിം ഹിന്ദു സ്പർദ്ധ ഉണ്ട് എന്ന് കരുതുന്ന അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആ ഭാഗം വരുമ്പോൾ ആ ഭാഗം കേൾക്കാൻ പറ്റാത്ത രീതിയിൽ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് ഏകദേശം 3 മിനിറ്റോളം ഭാഗങ്ങൾ, അഥവാ 3 മിനിറ്റോളം ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ സിനിമയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിനു മുമ്പ് 2 മണിക്കൂറും 59 മിനിറ്റുമായിരുന്നു ഈ സിനിമയുടെ ദൈർഘ്യം. എന്നാൽ ഈ ഒരു 3 മിനിറ്റ് ഒഴിവാക്കുന്നത് കൂടി ബാക്കി സമയം മാത്രമായിരിക്കും ഈ സിനിമ നാളെ മുതൽ അഥവാ ചൊവ്വാഴ്ച മുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുക എന്നുള്ള സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.